ഹായ് ഓൾ, അക്കൗണ്ടിംഗ് ടേമിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്കൗണ്ടിംഗ് ടേം റവന്യൂ ആണ്. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേമുകളിൽ ഒന്നാണ് റവന്യൂ. ഒരു സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ഇൻകങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ഇൻകങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം: ക്യാപിറ്റൽ ഇൻകം എന്നും റവന്യൂ ഇൻകം എന്നും. ഈ റവന്യൂ ഇൻകവും റവന്യൂസും ഒന്നാണ്. റവന്യൂസ് എന്ന ടേം കൊണ്ട് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് എന്താണോ, നിങ്ങൾ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ബിസിനസ് എന്താണോ, ആ ബിസിനസ്സിലൂടെ ആ സ്ഥാപനം നേടുന്ന വരുമാനത്തിനെയാണ് റവന്യൂ എന്ന ടേം കൊണ്ട് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് സപ്പോസ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്ന് വിചാരിക്കുക. ആ സൂപ്പർ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് അത് വിറ്റ് ലാഭമുണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. സെയിലാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. ബിസിനസ് ട്രേഡിംഗ് ആണ്. ആ ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട വരുമാനം സെയിൽസ് ആണ്. ആ ഇൻകത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം സെയിലാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നത് വിചാരിക്കുക. അവിടെ എന്താണ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സർവീസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യുന്നു. ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് ഇൻകം, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ഫീസാണ്. ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾ, റെന്റിന് റൂം കൊടുക്കുന്ന ഒരു സ്ഥാപനം, അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം എന്താണ്? റെന്റ് ആണ്. അവരുടെ ബിസിനസ് റെന്റിന് റൂം പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് റിസീവ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് അവരുടെ കസ്റ്റമേഴ്സിന് കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫീസ് ആണ് അവരുടെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം. സ്ഥാപനങ്ങളുടെ നേച്ചർ അനുസരിച്ചാണ് ബിസിനസിന്റെ ഇൻകം നിർണ്ണയിക്കപ്പെടുന്നത്. ഒരു സ്ഥാപനം ഏത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ രൂപീകരിച്ചിട്ടുള്ളത്, ആ ബിസിനസ്സിൽ നിന്ന് ആ സ്ഥാപനം നേടുന്ന ഇൻകത്തിനെയാണ് റവന്യൂ എന്ന ടേമിൽ അക്കൗണ്ടിംഗ് റെക്കോർഡ് ചെയ്യും. ഇൻകത്തിന്റെ മറ്റൊരു കാറ്റഗറി നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ ഇൻകം. ക്യാപിറ്റൽ ഇൻകത്തെ കുറിച്ച് പറയുമ്പോൾ സപ്പോസ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ടാകാം. ചില ഫർണിച്ചേഴ്സ് അവർ വിൽക്കാറുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ആവശ്യമില്ലാത്തൊരു കുറച്ച് ഫർണിച്ചർ വിറ്റ് അവർക്കൊരു 5000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ആ കിട്ടിയ 5000 രൂപ അവരുടെ റവന്യൂ എന്ന ഇൻകമായിട്ട് കണക്കാക്കില്ല. അവരുടെ ക്യാപിറ്റൽ ഇൻകമാണത്. ഈ ക്യാപിറ്റൽ ഇൻകവും റവന്യൂ ഇൻകം തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻകങ്ങളാണ് റവന്യൂ എന്ന ടേമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഇൻകം ഫീസാണ്. അവരുടെ മറ്റൊരു ഇൻകമാണ് അവരുടെ ഫർണിച്ചർ വീട്ടിൽ കിട്ടിയ ഈ 5000 രൂപ. അവരുടെ ഇൻകം തന്നെയാണ് ഈ 5000 രൂപ. എന്നാൽ അത് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാപനത്തിന്റെ ബിസിനസ് ഫർണിച്ചർ വിൽക്കുക എന്നുള്ളതല്ല, എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഫീസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം മാത്രമേ ആ സ്ഥാപനത്തിന്റെ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല ഫർണിച്ചേഴ്സ് ഉണ്ടാകാം. ആ ഫർണിച്ചർ അവർ വിറ്റ് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻകം പരിഗണിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് ഫർണിച്ചർ വിൽക്കുക എന്നുള്ളതല്ല. അവിടെ വരുന്ന പേഷ്യൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഫീസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ബിസിനസ്. ആ ബിസിനസിന്റെ ഇൻകം മാത്രമേ ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഇൻകങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇതാണ്: ക്യാപിറ്റൽ ഇൻകം, റവന്യൂ ഇൻകം. റവന്യൂ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ നിന്ന് ഒരു സ്ഥാപനം നേടുന്ന ഇൻകമാണ്. ഈ സ്ലൈഡിലും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കത് വിശദീകരിക്കാം. ദീസ് ആർ ദ എമൗണ്ട് earned by a business concern through sale of its products or providing service to its customers. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ പ്രൊഡക്ട്സ് അവരുടെ കസ്റ്റമേഴ്സിന് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ നേടുന്ന വരുമാനത്തിനെയാണ് റവന്യൂ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ റെസീപ്റ്റ് ഈസ് ഓഫ് റെക്കറിംഗ് ഓർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. ഇങ്ങനെയുള്ള വരുമാനം റെക്കറിംഗ് ആണ്, റിപ്പീറ്റേറ്റീവ് ആണ് നേച്ചറിൽ. അതായത് ഒരു ട്രേഡിംഗ് കൺസേണിൽ സെയിൽസ് ഒരു ദിവസം ഒരുപാട് സെയിൽസ് നടക്കും, അല്ലെ? റിപ്പീറ്റ് ആണ്, റെക്കറിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ സെയിൽസ് ആയിരിക്കും. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അവിടെ ഒരുപാട് ഫീസ് കളക്ഷൻ നടക്കും, ഒരു മാസത്തിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ ഒക്കെ. അപ്പം റെക്കറിംഗ് ആണ്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു ഫർണിച്ചർ അവർ വിൽക്കുക എന്ന് വിചാരിക്കാം. ആ സ്ഥാപനത്തിൽ വേണ്ടാത്തൊരു ഫർണിച്ചർ അവർ വിൽക്കുന്നു. അത് വർഷങ്ങൾ കൂടിയിരിക്കുമ്പോഴോ മാസങ്ങൾ കൂടിയിരിക്കുമ്പോഴോ നടക്കുന്ന റെയർ ഈവന്റ് ആണ്. അപ്പോൾ അത് അവരുടെ റവന്യൂസ് എന്നിട്ട് ഹെഡിൽ വരില്ല. റവന്യൂസ് എന്ന ഹെഡിൽ വരുന്ന എന്താണ്? റെക്കറിംഗ് നേച്ചറിലുള്ള ഇൻകം, സ്ഥിരമായിട്ട് ആ സ്ഥാപനം ഏൺ ചെയ്യുന്ന ഇൻകം, ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് റവന്യൂ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഇൻകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് റെക്കറിംഗ് ആണ്, റിപ്പീറ്റേറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ദ കോമൺ ഐറ്റംസ് ഓഫ് റവന്യൂസ് ആർ സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, എക്സെട്ര. ഇവയൊക്കെയാണ് സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉണ്ടാകാറുള്ള റവന്യൂസ്. ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെയും ബിസിനസിന്റെ നേച്ചർ അനുസരിച്ചാണ് ഈ ഇൻകങ്ങൾ വ്യത്യാസപ്പെടുന്നത്. അടുത്ത ടേം എക്സ്പെൻസ് ആണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനമായും 2 തരത്തിലുള്ള എക്സ്പെൻസുകളാണ് ഉണ്ടാകാറുള്ളത്: റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. റവന്യൂ എക്സ്പെൻഡിച്ചറിനും എക്സ്പെൻസിനും
ഒരേ മീനിങ് ആണ് അക്കൗണ്ടിങ്ങിലുള്ളത്. റവന്യൂ എക്സ്പെൻഡിച്ചർ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റവന്യൂ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. റവന്യൂ എന്താണെന്ന് നമ്മൾ തൊട്ടുമുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ഥാപനം അതിന്റെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിലൂടെ ആ സ്ഥാപനം നേടുന്ന വരുമാനത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ആ ബിസിനസ് ഇൻകം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിനുണ്ടാകുന്ന എക്സ്പെൻസുകൾ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ് ഇൻകം ഫീസാണ്. ആ ഫീസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചെലവുകൾ ആ സ്ഥാപനത്തിലെ അധ്യാപകരുടെ സാലറി, ആ സ്ഥാപനത്തിലെ സ്റ്റാഫിന്റെ സാലറി, ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിന്റെ റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജ്, ഫോൺ ബില്ല്, ഇവയൊക്കെയാണ് അവർക്ക് ഫീസ് എന്ന് പറഞ്ഞ ഇൻകം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചെലവുകൾ. അപ്പൊ ഈ തരത്തിൽപ്പെട്ട ചെലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ടേം കൊണ്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ മറ്റൊരു കാറ്റഗറി ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ഉദാഹരണം പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്ന വിചാരിക്കുക. ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെലവ് തന്നെയാണ്. എന്നാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കില്ല. അത് ആ സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു സ്ഥാപനത്തിന്റെ പ്രൊഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കുന്ന ഇൻകങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. റവന്യൂ എന്ന രീതിയിലുള്ള ഇൻകങ്ങളാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രൊഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് എക്സ്പെൻസിന്റെ കേസിലും. ഈ റവന്യൂ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ചെലവുകൾ മാത്രമേ പ്രൊഫിറ്റബിലിറ്റി കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഈ പറയുന്ന സാലറി, റെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട എക്സ്പെൻസുകൾ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്താലോ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്താലോ അത് പ്രൊഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കില്ല. ആ സ്ഥാപനത്തിന്റെ ചെലവ് തന്നെയാണ് അത്, പക്ഷെ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഫർണിച്ചർ വിൽക്കുമ്പോൾ അത് റവന്യൂ ആയിട്ട് പരിഗണിക്കത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കും. ഈ ഒരു വ്യത്യാസം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ സ്ലൈഡിലും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ദ എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ഈസ് ടേംഡ് ആസ് എക്സ്പെൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ റവന്യൂ എന്താണോ ആ റവന്യൂ ഏൺ ചെയ്യുന്ന പ്രോസസ്സിൽ ആ സ്ഥാപനത്തിനുണ്ടാകുന്ന ചെലവുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേം ആണ് എക്സ്പെൻസ്. പ്രധാനപ്പെട്ട റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട്. വേജസ്, സാലറി, റെന്റ്, ഇൻട്രസ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ് എക്സെട്രാ ആർ ദ എക്സാമ്പിൾ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ. ബിസിനസ് സ്ഥാപനങ്ങളിൽ സാധാരണ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ഇതൊക്കെയാണ്. അടുത്ത പോയിന്റിൽ പറയുന്നത് എക്സ്പെൻസസ് ബ്രിങ് ഇൻ സം ബെനിഫിറ്റ്സ് ടു ദ ഫേം. ഇങ്ങനെ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ സ്ഥാപനങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ ബെനിഫിറ്റുകൾ കൊണ്ടുവരാറുണ്ട്. അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ അധ്യാപകർക്ക് സാലറി കൊടുക്കും. അധ്യാപകർക്ക് സാലറി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അധ്യാപകർ അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഫീസ് ലഭിക്കുന്നത്. അങ്ങനെ ബെനിഫിറ്റ് സ്ഥാപനത്തിലോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളെയാണ് ഈ എക്സ്പെൻസുകൾ എന്ന ഹെഡിൽ വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്പെൻസസ് റെഫേഴ്സ് ടു ഓൺലി റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് മറ്റൊരു പേരുകൂടി എക്സ്പെൻസിനുണ്ട്. രണ്ട് ഒരേ മീനിങ് ആണ് ഉള്ളത്. അടുത്തതായി ഗെയിൻ ഓർ പ്രോഫിറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്ന ടേം കൊണ്ട് അക്കൗണ്ടിങ്ങിൽ അർത്ഥമാക്കുന്നത് എന്ത്? നമ്മൾ ഓൾറെഡി രണ്ട് ടേം പഠിച്ചു കഴിഞ്ഞു, റവന്യൂയും എക്സ്പെൻസും. റവന്യൂ ഒരു സ്ഥാപനം അവരുടെ ബിസിനസ്സിലൂടെ നേടുന്ന വരുമാനമാണ്. എക്സ്പെൻസ് ആ റവന്യൂ നേടാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ചെലവുകളാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ നേടുന്ന വരുമാനം ആ വരുമാനം നേടാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ചെലവിനേക്കാളും കൂടുതലാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ ചെലവ് കൂടുതലും വരുമാനം കുറവുമാണ് എങ്കിൽ അതിനെ ലോസ് എന്ന് പറയും. റവന്യൂ എന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വരുമാനങ്ങളും എക്സ്പെൻസ് എന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ചെലവുകളും മാത്രമാണ് ഈ ഒരു പ്രോഫിറ്റോ ഗെയിനോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് the excess of revenue over expenses in an accounting year and represents increase in net asset or owner's equity. അതായത് എക്സ്പെൻസിനേക്കാളും കൂടുതലായി റവന്യൂ ഉള്ള അവസ്ഥ ഒരു സ്ഥാപനത്തിൽ, ആ ഒരു സ്റ്റേജിനെയാണ് ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ തിരിച്ചാണെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇത്രമാത്രം. സ്റ്റേ ട്യൂൺ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.